കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചരിയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഈ ഒരു പരിവാവണം കേട്ടോ. എന്നിട്ട് അതിലെ വേസ്റ്റ് എല്ലാം അഴിച്ച് കളഞ്ഞ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 4 ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതോടെ ഒന്ന് അരച്ചെടുത്തത് ഏകദേശം ഈ ഒരു പരിവാവണം കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്തോടും ചേർത്ത് കൊടുക്കണം. നല്ല നാടൻ നെയ്യിൽ വേണം കേട്ടോ. നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്ത് ഏകദേശം ഈ ഒരു ഷെയ്ഡായതിനു ശേഷം നമുക്ക് അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യും തേങ്ങാക്കൊത്തും കൂടി മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഏലക്കയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി ആട്ടോ.